ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസ് ഇപ്പോൾ അടുത്ത ലാസ്റ്റ് ഫിനാലെ വീക്ക് എത്തി. അപ്പോൾ ടോപ്പ് 5ലേക്കൊക്കെ കടക്കാറാണ്. ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ആ തീരണ ഒരു സങ്കടമുണ്ട് ഉള്ളിൽ. അപ്പോൾ ടോപ്പ് 5ലുള്ള എൻ്റെ പ്രഡിക്ഷൻ: 1 അനീഷാണ്, 2 അനുമോള്, 3 ഷാനവാസ്, 4 അക്ബർ, പിന്നെ 5ാം സ്ഥാനം ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ അതിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നെവിൻ വരാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ അതില, കൂടുതലും സാധ്യത 100 ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അനീഷിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ആദ്യം അനീഷയുടെ വന്നപ്പോൾ കുറച്ച് മുടയൊക്കെ സ്വഭാവമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ അങ്ങ് ഇഷ്ടപ്പെടിപ്പിച്ചു, വോട്ട് കുത്തിക്കാൻ ശ്രമിച്ചു, ഗെയിം നല്ല രീതിയിൽ ഗെയിം പ്ലാൻ മനസ്സിലാക്കി കളിച്ചു. അങ്ങനെ അനീഷേരൻ ഇതുവരെ നിന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റായ അനുമോളെയാണ്. അനുമോളിലാണ് ഞാൻ ബിഗ് ഫാനാണ്. ഇതുവരെ ബിഗ് ബോസിൽ സീസൺ 7 ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് ഈ ഫിനാലെ വീക്ക് തീരുന്ന ഈ സന്ദർഭത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ട് ഒരു ഗ്രൂപ്പിസം ഇതുവരെ കളിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഉള്ള ഒരാളെ തന്നെ ഇങ്ങനെ കുത്തലും തള്ളലും ഒക്കെ ഏറ്റുവാങ്ങി നിന്ന് പൊരുതി ഒരേ ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ്. ഞാൻ അതുപോലെ തന്നെ വലിയ ഫാനാണ് അനുമോളുടെ. പിന്നെ മൂന്നാമത് ഷാനവാസാണ്. ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ അടിപൊളിയാണ്. നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ആദില നൂറേന്ന് പെങ്ങറൂട്ടി കളി, ആ കാർഡൊന്ന് മാറ്റി വെച്ചാൽ ഷാനവാസ് നല്ല ഗെയിമാണ്. ആ കാർഡ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടായിരുന്നുള്ളൂ. ഷാനവാസിൻ്റെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ നാലാം സ്ഥാനത്ത് ഈ അനീഷ് എന്ന നായകനും ഷാനവാസ് എന്ന നായകനും ഉണ്ടെങ്കിൽ അനുമോള് നായിക. ഇങ്ങനെ 2 നായകനും ഒരു നായിക ഉണ്ടെങ്കിൽ ഒരു വില്ലൻ എന്തായാലും ടോപ്പ് 5 കയറണമല്ലോ. അങ്ങനെ ആ കയറാൻ പറ്റിയൊരു വില്ലനേ ഉള്ളൂ, അത് അക്ബറാണ്. ടോപ്പ് 5 4ാം സ്ഥാനത്തേക്ക് കയറാൻ സാധ്യതയുള്ളത് അക്ബറാണ്. ഈ 2 നായകനും നായിക ഉള്ളപ്പോൾ അവർക്ക് ഒന്ന് ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി അക്ബർ ടോപ്പ് 5 ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 5ാം സ്ഥാനത്ത് വരുന്നത് 3 കണ്ടസ്റ്റൻ്റാണ്: നൂറ, ആദില, നെവിൻ. അപ്പോൾ 5ാം സ്ഥാനത്ത് നൂറ, ആദില, നെവിൻ, ഇതിലൊരാളെ വരുള്ളൂ. എനിക്ക് കൂടുതൽ സാധ്യത തോന്നുന്നത് നൂറയായിരിക്കും. കാര്യം നൂറയായിരിക്കണം സാധ്യത, അല്ലെങ്കിൽ ആദില. നെവിൻ വരാൻ സാധ്യത എനിക്ക് അത്ര തോന്നുന്നില്ല. നെവിൻ ഗെയിം കൊള്ളൂലെന്ന് വെച്ചിട്ടല്ല പറഞ്ഞത്. എനിക്ക് സാധ്യത വോട്ട് അനുസരിച്ചും ഗെയിം അനുസരിച്ചും തോന്നുന്നത് 100 ആയിരിക്കും എന്നാണ്. അപ്പോൾ സീസൺ 1 തൊട്ട് 7 വരെ അടുപ്പിച്ച് കാണണമായിരുന്നു ഞാൻ. 5ാം സ്ഥാനം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ 7 സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സീസൺ അത് 5 സീസൺ 5 അഖിൽമാരുടെ സീസൺ തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ ഒപ്പം നിന്നത് ഇപ്പോൾ ഈ സീസൺ 7 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ സീസൺ 6 അർജുൻ ശ്രീതു ആ കോമ്പോയുള്ള സീസൺ. അങ്ങനെ അപ്പോൾ ഇനി ലാസ്റ്റ് വീക്കാണ്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ അത് കപ്പടിക്കാൻ എനിക്ക് തോന്നുന്നത് 2 സാധ്യതയുള്ള 2 വ്യക്തികളാണ്. ഇനി വന്ന് കമൻറ്റ് കണ്ട ഇതല്ല അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന 2 പേര് ഞാൻ പറയാം, ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ അനുമോള്. അനീഷ് അല്ലെങ്കിൽ അനുമോള് അവരൊരാൾ മാത്രമേ കപ്പടിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ 3ാം സ്ഥാനത്ത് ഷാനവാസ് ആയിരിക്കും വരിക, 4ാം സ്ഥാനത്ത് അക്ബർ, 5ാം സ്ഥാനത്ത് അങ്ങനെ ആയിരിക്കും വരുമെന്ന് എൻ്റെ പ്രതീക്ഷ.